Welcome to Technical Education Series program on electronic devices and circuits. Today we are going to discuss on transistor as amplifier, and this session covers concept of amplifier, action of transistor as amplifier, DC load line and operating point of transistor. What is an amplifier? എന്താണ് ഒരു ആംപ്ലിഫയർ? നാം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഒരു ഭാഗമായി വരുന്ന സംവിധാനമാണ് ആംപ്ലിഫയർ. ആംപ്ലിഫയർ ഉപയോഗിക്കാത്ത ഒരു ഇലക്ട്രോണിക് ഉപകരണം കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് മേഖലയുമായി ബന്ധപ്പെട്ട ഏതൊരാൾക്കും ആംപ്ലിഫയറിനെ കുറിച്ചുള്ള പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. ആംപ്ലിഫയർ എന്ന് കേൾക്കുമ്പോൾ നാം എല്ലാം ധരിച്ചിരിക്കുന്നത് ആംപ്ലിഫയർ എന്നത് ഇൻപുട്ട് നൽകുന്ന സിഗ്നലിനെ സ്വീകരിച്ച് അതിൻ്റെ ആകാരം വർദ്ധിപ്പിച്ച് അല്ലെങ്കിൽ അതിൻ്റെ വലുപ്പം വർദ്ധിപ്പിച്ച് പുറത്തേക്ക് നൽകുന്ന ഒരു ഉപകരണം എന്ന രീതിയിലാണ്. എന്നാൽ ഈ ഒരു ധാരണ സാങ്കേതികമായി തെറ്റാണ് എന്ന് പറയാം. കാരണം നാം ഇൻപുട്ട് നൽകുന്ന സിഗ്നലിൻ്റെ ഒരു ഭാഗവും നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ ലഭ്യമാകുന്നില്ല. അതേപോലെ തന്നെ ഒരു സിഗ്നലിൻ്റെ ആകൃതിയിലോ വലുപ്പത്തിലോ വ്യത്യാസം വരുത്തി അതിനെ മറ്റൊരു രൂപത്തിലോട്ട് മാറ്റാൻ സാധിക്കുകയുമില്ല. എന്നാൽ ആംപ്ലിഫയറിൻ്റെ പ്രവർത്തനത്തെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആംപ്ലിഫയറിൻ്റെ സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സംവിധാനവുമായിട്ട് നമുക്കൊരു താരതമ്യ പഠനം നടത്താം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എൻലാർജ് മോഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ കോപ്പിയർ സംവിധാനമാണ്. ഒരു ഒറിജിനൽ പേപ്പർ ഡോക്യുമെന്റിന്റെ എൻലാർജ്ഡ് കോപ്പി ലഭ്യമാവാൻ വേണ്ടി നമ്മൾ ഫോട്ടോ കോപ്പിയറിന്റെ ഇൻപുട്ടിൽ ഒറിജിനൽ ഡോക്യുമെന്റിന്റെ ഒരു ചിത്രം നൽകുന്നു. ഫോട്ടോ കോപ്പിയർ ആ ചിത്രം സ്വീകരിച്ച് അതിൻ്റെ 10 മടങ്ങ് വലിപ്പത്തിലുള്ള മറ്റൊരു ചിത്രം നമ്മൾ ഫോട്ടോ കോപ്പിയറിന്റെ മറ്റൊരു ഭാഗത്തു കൂടി നൽകിയിരിക്കുന്ന പേപ്പറിൽ പ്രിന്റ് ചെയ്ത് പുറത്തേക്ക് ലഭ്യമാക്കുന്നു. ഇവിടെ ഇൻപുട്ട് നൽകിയിരിക്കുന്ന ഒറിജിനൽ ഡോക്യുമെന്റിനെ വലുതാക്കി പുറത്തേക്ക് നൽകുന്നതിന് പകരം ഈ ഡോക്യുമെന്റിന്റെ 10 മടങ്ങ് വലുപ്പമുള്ള മറ്റൊരു ചിത്രം ഇവിടെ പുറത്തു നിന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേപ്പറിൽ പ്രിന്റ് ചെയ്ത് പുറത്തേക്ക് ലഭ്യമാകുകയാണ് ചെയ്തത്. ഇൻപുട്ട് നൽകിയിരിക്കുന്ന ഡോക്യുമെന്റിനെ നമുക്ക് തിരിച്ചു കിട്ടുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു എൻലാർജ്ഡ് കോപ്പി മറ്റൊരു പേപ്പറിൽ നമുക്ക് ലഭ്യമാകുന്നു. ഈ ഒരു രീതിയിൽ ആംപ്ലിഫയറിന്റെ പ്രവർത്തനം താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് നൽകുന്ന സിഗ്നലിനെ നമുക്ക് ഇവിടെ ഇൻപുട്ട് നൽകിയിരിക്കുന്ന ഒറിജിനൽ ഡോക്യുമെന്റുമായിട്ട് കാണാം. ആംപ്ലിഫയറിനെ ഒരു ഫോട്ടോ കോപ്പിയറായിട്ട് സങ്കല്പിക്കാം. ആംപ്ലിഫയറിൽ നൽകിയിരിക്കുന്ന DC സപ്ലൈ നമുക്ക് ഫോട്ടോ കോപ്പിയർ നൽകിയിരിക്കുന്ന പേപ്പറിന്റെ സ്ഥാനത്ത് കാണാം. ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന എൻലാർജ്ഡ് സിഗ്നൽ ഇവിടെ ഫോട്ടോ കോപ്പിയറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന എൻലാർജ്ഡ് പ്രിന്റിന്റെ സ്ഥാനത്ത് കാണാം. ഇവിടെ ആംപ്ലിഫയർ യഥാർത്ഥത്തിൽ ഇൻപുട്ടിൽ നൽകുന്ന സിഗ്നലിനെ സ്വീകരിക്കുന്നു. ആ സിഗ്നലിന്റെ ഒരു എൻലാർജ്ഡ് ഫോമിലുള്ള മറ്റൊരു സിഗ്നൽ നമ്മൾ നൽകിയിരിക്കുന്ന DC സപ്ലൈ കറണ്ടിൽ രൂപപ്പെടുത്തി പുറത്തേക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഇൻപുട്ട് സിഗ്നലിനെ സൈസ് വർദ്ധിപ്പിച്ച് ഔട്ട്പുട്ടിലോട്ട് നൽകുന്നില്ല. അതിനു പകരം ഇൻപുട്ട് സിഗ്നലിന്റെ സമാന രീതിയിൽ
വ്യത്യാസപ്പെടുന്ന അതിൻ്റെ ഒരു എൻലാർജ് ഫോമിലുള്ള വേറെ ഒരു സിഗ്നൽ നമ്മൾ നൽകിയിരിക്കുന്ന DC സപ്ലൈ കറണ്ടിൽ രൂപപ്പെടുത്തി പുറത്തേക്ക് നൽകുന്നു എന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആംപ്ലിഫയറിന് നമുക്ക് ഒരു ഡെഫിനിഷൻ നൽകാവുന്നതാണ്. അതായത് ആംപ്ലിഫയർ ഈസ് എ ഡിവൈസ് ദാറ്റ് പ്രൊവൈഡ്സ് ആൻ ഔട്ട്പുട്ട് സിഗ്നൽ in the enlarged form of the input signal by furnishing power from a separate source of supply. ഇവിടെ നമ്മൾ ഇൻപുട്ടിൽ നൽകിയിരിക്കുന്ന സിഗ്നലിൻ്റെ കറണ്ടും വോൾട്ടേജും പവറും നമുക്ക് വർദ്ധിപ്പിച്ച് അതിൻ്റെ ഔട്ട്പുട്ടിലോട്ട് നൽകാൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കറണ്ട് ആംപ്ലിഫയർ, വോൾട്ടേജ് ആംപ്ലിഫയർ, പവർ ആംപ്ലിഫയർ എന്നീ രൂപത്തിൽ ആംപ്ലിഫയറെ ഉപയോഗിക്കാൻ സാധിക്കും. ഹൗ ക്യാൻ അറേഞ്ച് ആൻ ആംപ്ലിഫയർ? ഒരു ആംപ്ലിഫയർ എങ്ങനെ സംവിധാനം ചെയ്യാം? ഒരു ആംപ്ലിഫയറിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നാം മനസ്സിലാക്കി. ആംപ്ലിഫയർ ഇൻപുട്ട് സിഗ്നലിനെ സ്വീകരിക്കുന്നു. ഈ ഇൻപുട്ട് സിഗ്നലിൻ്റെ എൻലാർജ്ഡ് ഫോമിലുള്ള മറ്റൊരു സിഗ്നൽ നാം ആംപ്ലിഫയറിൽ നൽകിയിരിക്കുന്ന DC കറണ്ടിൽ രൂപപ്പെടുത്തി ഔട്ട്പുട്ടിലോട്ട് നൽകുന്നു. ഇങ്ങനെ ഒരു ആംപ്ലിഫയർ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഈ ആംപ്ലിഫയറിൽ ഇൻപുട്ട് സിഗ്നൽ സ്വീകരിക്കുന്നതിനും അതിൻ്റെ എൻലാർജ്ഡ് ഫോമിലുള്ള മറ്റൊരു സിഗ്നൽ രൂപപ്പെടുത്തി ഔട്ട്പുട്ടിലോട്ട് നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ചിത്രത്തിൽ കാണുന്നത് പോലെ ഇൻപുട്ട് സർക്യൂട്ടിലും ഔട്ട്പുട്ട് സർക്യൂട്ടിലും ഒരു നിശ്ചിത അളവിലുള്ള വൈദ്യുത പ്രവാഹം സൃഷ്ടിച്ചാണ് ആംപ്ലിഫയറിൽ ഇൻപുട്ട് സിഗ്നൽ സ്വീകരിക്കുന്നതിനും അതിൻ്റെ എൻലാർജ്ഡ് ഫോമിലുള്ള ഒരു ഔട്ട്പുട്ട് സിഗ്നൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നൽകിയിരിക്കുന്നത്. ഇവിടെ ഇൻപുട്ട് സിഗ്നൽ നൽകുന്ന സമയത്ത് ഇൻപുട്ട് സർക്യൂട്ട് വഴി ഒഴുകുന്ന കറണ്ടിൽ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും ഈ വ്യതിയാനങ്ങൾ വലിയ വ്യതിയാനങ്ങളായി ഔട്ട്പുട്ട് സർക്യൂട്ടിൽ അനുഭവപ്പെടുകയും അതിനനുസൃതമായിട്ടുള്ള ഒരു വോൾട്ടേജ് വ്യതിയാനം ഔട്ട്പുട്ട് സർക്യൂട്ടിന് കുറുകെ കണക്ട് ചെയ്തിട്ടുള്ള ലോഡ് റെസിസ്റ്ററിൽ അനുഭവപ്പെടുകയും ഇൻപുട്ടിൽ നൽകിയിരിക്കുന്ന സിഗ്നലിൻ്റെ എൻലാർജ്ഡ് ഫോമിലുള്ള ഒരു സിഗ്നൽ ഔട്ട്പുട്ടിൽ ലഭ്യമാവുകയും ചെയ്യും. ആക്റ്റീവ് റീജിയണിൽ ബയാസിംഗ് നൽകിയ ഒരു ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ രീതിയിൽ കണക്ട് ചെയ്ത് ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ആംപ്ലിഫയർ സംവിധാനം ചെയ്യാൻ സാധിക്കും. A transistor biased in active region arranged in CE configuration can work as an amplifier. ഒരു ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയണിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഇൻപുട്ട് സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് കൊണ്ട് നിയന്ത്രിക്കുന്നതിനും ഇൻപുട്ട് സിഗ്നലിന് അനുസൃതമായിട്ടുള്ള വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാധിക്കൂ. ഇങ്ങനെ സജ്ജമാക്കിയ ഒരു അടിസ്ഥാന ആംപ്ലിഫയർ സർക്യൂട്ടാണ് ഇവിടെ കാണുന്നത്. ഈ സർക്യൂട്ടിൽ ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് റീജിയണിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ബേസ് ജംഗ്ഷൻ VBB ബാറ്ററി ഉപയോഗിച്ച് ഫോർവേഡ് ബയാസ് നൽകിയിട്ടുണ്ട്. കളക്ടർ ബേസ് ജംഗ്ഷൻ VCC ബാറ്ററി ഉപയോഗിച്ച് റിവേഴ്സ് ബയാസും നൽകിയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ ട്രാൻസിസ്റ്റർ വഴി IB, IE, IC എന്നീ നിശ്ചിത അളവിലുള്ള കറണ്ട് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം റെസിസ്റ്ററിന് കുറുകെ ഒരു നിശ്ചിത അളവിലുള്ള വോൾട്ടേജും ലഭ്യമാകുന്നുണ്ട്. ഇവിടെ നാം ഇൻപുട്ട് നൽകുന്നത് VBB ബാറ്ററിയോട് കൂട്ടിച്ചേർത്തായിരിക്കും. ഈ സമയത്ത് ഇൻപുട്ട് സിഗ്നലിൽ ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ് വ്യതിയാനത്തിനനുസരിച്ച് ബേസ് കറണ്ടിൽ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും ബേസ് കറണ്ടിൽ ഉണ്ടാകുന്ന ഈ ചെറിയ വേരിയേഷൻസ്
കളക്ടർ കറണ്ടിൽ ബീറ്റ ടൈംസ് വേരിയേഷൻസ് ഉണ്ടാകുന്നതിന് കാരണമാവുകയും കളക്ടർ കറണ്ടിൽ ഉണ്ടാകുന്ന ഈ വലിയ വേരിയേഷൻസ് കാരണം റെസിസ്റ്ററിന് കുറുകെയുള്ള വോൾട്ടേജിനും ആനുപാതികമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും റെസിസ്റ്ററിന് കുറുകെ നമുക്ക് ഇൻപുട്ടിൽ നൽകിയിരിക്കുന്ന സിഗ്നലിൻ്റെ എൻലാർജ്ഡ് രൂപത്തിലുള്ള ഒരു ഔട്ട്പുട്ട് സിഗ്നൽ ലഭ്യമാവുകയും ചെയ്യും. ഡി സി ലോഡ് ലൈൻ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറായി പ്രവർത്തിക്കണമെങ്കിൽ ആ ട്രാൻസിസ്റ്ററിന് ആക്റ്റീവ് റീജിയണിൽ ബയാസിംഗ് നൽകണമെന്ന് നാം മനസ്സിലാക്കി. ഒരു ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ആക്റ്റീവ് റീജിയൺ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ കട്ട് ഓഫ് പോയിന്റിനും സാച്ചുറേഷൻ പോയിന്റിനും ഇടയിൽ വരുന്ന ഓപ്പറേറ്റിംഗ് റീജിയൺ ആണ്. ആയതിനാൽ കട്ട് ഓഫ് പോയിന്റിനും സാച്ചുറേഷൻ പോയിന്റിനും താഴെ വരുന്ന വ്യത്യസ്ത VCE IC അളവുകൾ നൽകി ഒരു ട്രാൻസിസ്റ്ററിനെ ആക്റ്റീവ് റീജിയണിൽ നിലനിർത്താൻ സാധിക്കും. ഉദാഹരണമായി VCE IC മൂല്യങ്ങളിൽ 2, 4, 4, 3, 6, 2, 8, 1 എന്നീ അളവുകൾ നൽകി നമുക്ക് ഒരു ട്രാൻസിസ്റ്ററിനെ ആക്റ്റീവ് റീജിയണിൽ നിലനിർത്താൻ സാധിക്കും. ഇതുപോലെ ഒരു ട്രാൻസിസ്റ്ററിനെ ആക്റ്റീവ് റീജിയണിൽ നിലനിർത്തുന്നതിന് വേണ്ടി നാം നൽകുന്ന VCE IC അളവുകൾ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ സൂചിപ്പിക്കുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന രേഖയെയാണ് DC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. The DC load line is the locus of IC and VCE at which BJT remains in active region. That is, it represents all the possible combination of IC and VCE in active region of a given transistor amplifier. ഇവിടെ DC ലോഡ് ലൈനിൻ്റെ അഗ്രബിന്ദുക്കൾ അല്ലെങ്കിൽ എൻഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് സാച്ചുറേഷൻ പോയിന്റും കട്ട് ഓഫ് പോയിന്റുമായിരിക്കും. The end points of the DC load line will be the cutoff point and saturation point on the output characteristics of the transistor. ഇവിടെ കട്ട് ഓഫ് പോയിന്റ് സൂചിപ്പിക്കുന്നത് ഒരു ട്രാൻസിസ്റ്ററിന് കുറുകെ ഉണ്ടാവാൻ സാധ്യതയുള്ള പരമാവധി വോൾട്ടേജിനെയാണ്. ഒരു ട്രാൻസിസ്റ്ററിന് കുറുകെ പരമാവധി വോൾട്ടേജ് ലഭ്യമാകുന്നത് ആ ട്രാൻസിസ്റ്ററിൽ കൂടി ഒഴുകുന്ന കളക്ടർ കറണ്ട് 0 ആയിരിക്കുന്ന സമയത്തായിരിക്കും. ആയതിനാൽ കട്ട് ഓഫ് പോയിന്റ് എപ്പോഴും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ VCE ആക്സിസിലെ ഒരു ബിന്ദുവായിരിക്കും. Cut off point represents the maximum possible voltage across the collector and occurs at 0 collector current. Hence, cutoff point will be 1 point on voltage axis. ഇതുപോലെ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിസ്റ്ററിൽ കൂടി ഒഴുകാൻ സാധ്യതയുള്ള പരമാവധി കളക്ടർ കറണ്ടിനെയാണ്. ഒരു ട്രാൻസിസ്റ്ററിൽ കൂടി പരമാവധി കളക്ടർ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത് അതിന് കുറുകെയുള്ള വോൾട്ടേജ് VCE 0 ആയിരിക്കുന്ന സമയത്തായിരിക്കും. ആയതിനാൽ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിലെ കറണ്ട് ആക്സിസിലെ ഒരു ബിന്ദുവായിരിക്കും. Saturation point represents the maximum possible current through the transistor and occurs at the point where the voltage across the collector is 0. Hence, saturation point will be 1 point on IC axis. Procedure to draw the DC load line. ഒരു ട്രാൻസിസ്റ്ററിന്റെ DC ലോഡ് ലൈൻ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. നമുക്കറിയാം ട്രാൻസിസ്റ്ററിന്റെ DC ലോഡ് ലൈൻ എന്ന് പറയുന്നത് കട്ട് ഓഫ് പോയിന്റും സാച്ചുറേഷൻ പോയിന്റും എൻ പോയിന്റ്സ് ആയി വരുന്ന ഒരു രേഖയാണ്. അതിനാൽ ട്രാൻസിസ്റ്ററിന്റെ കട്ട് ഓഫ് പോയിന്റും സാച്ചുറേഷൻ പോയിന്റും കണ്ടെത്തി കഴിഞ്ഞാൽ ഇവ തമ്മിൽ യോജിപ്പിച്ചു നമുക്ക് DC ലോഡ് ലൈൻ വരയ്ക്കാൻ സാധിക്കും. So to draw the DC load line of a transistor, we need to find cutoff point and saturation point. ഇവിടെ കട്ട് ഓഫ് പോയിന്റും സാച്ചുറേഷൻ പോയിന്റും കണ്ടെത്തുന്നതിന് വേണ്ടി
നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ സർക്യൂട്ടിലെ ഒരു അനാലിസിസ് ആവശ്യമാണ്. ഇവിടെ കളക്ടർ സപ്ലൈ VCC രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ഈ VCCയുടെ ഒരു ഭാഗം റെസിസ്റ്ററിന് കുറുകെ IC/RC ഡ്രോപ്പ് ആയിട്ടും ബാക്കി ട്രാൻസിസ്റ്ററിന് കുറുകെ VCE ഡ്രോപ്പ് ആയിട്ടും മാറുന്നുണ്ട്. അതായത് VCC is equal to IC/RC plus VCE. ഈ ഈക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കട്ട് ഓഫ് പോയിന്റും സാച്ചുറേഷൻ പോയിന്റും കണ്ടെത്താൻ വളരെ എളുപ്പമായിരിക്കും. കാരണം കട്ട് ഓഫ് സമയത്ത് ട്രാൻസിസ്റ്റർ വഴിയില്ല കളക്ടർ കറണ്ട് 0 ആയിരിക്കും. സാച്ചുറേഷൻ സമയത്ത് ട്രാൻസിസ്റ്ററിന് കുറുകെയുള്ള VCE വോൾട്ടേജ് 0 ആയിരിക്കും. സോ കട്ട് ഓഫ് പോയിന്റ് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് IC0 ആയി ഈ ഈക്വേഷൻ ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ഓഫ് പോയിന്റ് ലഭ്യമാകും. VC0 കൊടുത്തു ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാച്ചുറേഷൻ പോയിന്റ് കിട്ടും. സോ ടു ഗെറ്റ് കട്ട് ഓഫ് പോയിന്റ് ഈക്വേറ്റ് ദി കളക്ടർ കറന്റ് ടു 0 so that VCC is equal to 0 RC plus VCE is equal to VCE. That is VCE is equal to VCC. അതിനാൽ കട്ട് ഓഫ് പോയിന്റ് എന്ന് പറയുന്നത് VCC, 0 എന്ന ബിന്ദുവായിരിക്കും. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിലെ VCC, 0 എന്ന് സൂചിപ്പിക്കുന്ന പോയിന്റ് ആയിരിക്കും കട്ട് ഓഫ് പോയിന്റ് എന്ന് പറയുന്നത്. സിമിലർലി നമുക്ക് സാച്ചുറേഷൻ പോയിന്റ് ലഭ്യമാവാൻ VCE വാല്യൂ 0 ആക്കി ഈക്വേറ്റ് ചെയ്യാം. To get saturation point, equate the collector voltage to 0 so that VCC is equal to IC into RC minus 0 or VCC is equal to IC/RC, then IC is equal to VCC/RC. So saturation point എന്ന് പറയുന്നത് 0 VCC divided by RC. ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് പോയിന്റ് കണ്ടെത്തി കഴിഞ്ഞു. കട്ട് ഓഫ് പോയിന്റ് VCC, 0, saturation point VCC by RC. Draw the DC load line. DC load line n points നാം മനസ്സിലാക്കി. അതായത് കട്ട് ഓഫ് പോയിന്റ് VCC, 0 എന്ന ബിന്ദുവാണ്. സാച്ചുറേഷൻ പോയിന്റ് എന്നുള്ളത് 0, VCC by RC എന്ന ബിന്ദുവാണ്. ഇനി ഈ രണ്ട് ബിന്ദുക്കളെയും നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ മാർക്ക് ചെയ്ത് രണ്ട് ബിന്ദുക്കളെ യോജിപ്പിച്ച് DC ലോഡ് ലൈൻ എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. അതിനായി നമുക്ക് VCC വാല്യൂ 6 വോൾട്ട് ആയിട്ടും RC വാല്യൂ 3K ആയിട്ടും അസ്യൂം ചെയ്യാം. ഈ വാല്യൂ നിർണ്ണയിക്കുമ്പോൾ VCC by RC എന്നുള്ളത് 5 മില്ലി ആംപിയർ എന്ന് കാണാവുന്നതാണ്. അതുകൊണ്ട് ഇനി ഈ ബിന്ദുക്കൾ നമുക്ക് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ എങ്ങനെ മാർക്ക് ചെയ്ത് വരയ്ക്കാം എന്ന് നോക്കാം. ആദ്യമായി നമുക്ക് കട്ട് ഓഫ് പോയിന്റ്, അതായത് VCC, 0 എന്ന് പറയുമ്പോൾ 6, 0 എന്നുള്ള ബിന്ദു VCE ആക്സിസിൽ മാർക്ക് ചെയ്യാം. 6 മില്ലി ആംപിയർ 0, 6 മില്ലി ആംപിയർ എന്നുള്ള ബിന്ദു IC ആക്സിസിൽ മാർക്ക് ചെയ്യാം. സോ VCC by RC 5 മില്ലി ആംപിയർ കണ്ടിട്ടുണ്ട്. സോ 0, 5 മില്ലി ആംപിയർ എന്ന ബിന്ദു IC ആക്സിസിൽ മാർക്ക് ചെയ്യുന്നു. ഇനി ഇവ രണ്ടും യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് DC ലോഡ് ലൈൻ ലഭ്യമാകും. സോ ദിസ് ഈസ് ദി DC ലോഡ് ലൈൻ. ഇവിടെ DC ലോഡ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1/RC ആയിരിക്കും. കാരണം RC വാല്യൂ വ്യത്യാസം വരുന്ന സമയത്ത് കളക്ടർ കറണ്ടിൽ വ്യത്യാസം വരുന്നു. അതിനാൽ അതിന്റെ സ്ലോപ്പും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റിംഗ് പോയിന്റ് Q പോയിന്റ് എന്നും വിളിക്കാവുന്നതാണ്. ഇവിടെ Q പോയിന്റ് എന്നത് ട്രാൻസിസ്റ്ററിന്റെ ക്യൂസന്റ് സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്നു. ഒരു ട്രാൻസിസ്റ്ററിന്റെ ക്യൂസന്റ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയാസിംഗ് നൽകി ആംപ്ലിഫയർ ആയി ഉപയോഗിക്കാൻ സജ്ജമാക്കിയ ഒരു സർക്യൂട്ടിൽ ഇൻപുട്ട് സിഗ്നൽ നൽകാത്ത അവസ്ഥയിൽ അതിനെ ക്യൂസന്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സീറോ സിഗ്നൽ സ്റ്റേറ്റ് എന്ന് പറയാം. In a transistor amplifier, if no signal is applied to its input, the transistor is said to be in quiescent state or zero signal state. ഈ ഒരു അവസ്ഥയിൽ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ വഴി ഒരു നിശ്ചിത അളവിൽ
ഡി സി കറണ്ടും പ്രവാഹവും കലക്ടറിൻ്റെയും എമിറ്ററിൻ്റെയും ഇടയിൽ ഒരു നിശ്ചിത അളവിൽ ഡി സി വോൾട്ടേജ് ഡ്രോപ്പും ഉണ്ടായിരിക്കും. ഈ സമയത്ത് ട്രാൻസിസ്റ്ററിൻ്റെ കലക്ടർ വഴി ഒഴുകുന്ന കലക്ടർ കറണ്ടിൻ്റെ അളവും ആ സമയത്ത് കലക്ടറിൻ്റെയും എമിറ്ററിൻ്റെയും ഇടയിൽ ഉണ്ടാകുന്ന ഡി സി വോൾട്ടേജിൻ്റെ അളവും ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ സൂചിപ്പിക്കുന്ന ബിന്ദുവിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ദി പോയിന്റ് വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദി വാല്യൂ ഓഫ് ദി ഐ സി ആൻഡ് വി സി ഇൻ ക്യൂസന്റ് സ്റ്റേറ്റ് on the output characteristics is known as the operating point or Q point in a transistor. ഈ Q point ട്രാൻസിസ്റ്ററിന്റെ ഡി സി ലോഡ് ലൈനിൽ ഉൾപ്പെട്ട ഒരു ബിന്ദുവായിരിക്കും. എന്നാൽ ഡി സി ലോഡ് ലൈനിൽ ഏത് ഭാഗത്ത് Q point ഉണ്ടാവണം എന്ന് തീരുമാനിക്കുന്നത് the exact location of the Q point on the DC load line എന്ന് തീരുമാനിക്കുന്നത് ഈ സമയത്ത് ട്രാൻസിസ്റ്ററിന്റെ ബേസിൽ കൂടി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ബേസ് കറണ്ട് IB ആയിരിക്കും. The exact location of Q point on DC load line is decided by IB. ഇവിടെ ഇപ്പോൾ ട്രാൻസിസ്റ്റർ വഴി ഫ്ലോ ചെയ്യുന്ന ബേസ് കറണ്ട് പാരാമീറ്ററായി എടുത്ത് പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കർവും ഡി സി ലോഡ് ലൈനും തമ്മിൽ സന്ധിക്കുന്ന ബിന്ദുവായിരിക്കും ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എന്നാൽ Q പോയിന്റ് ലൊക്കേഷൻ തീരുമാനിക്കുന്നതിൽ ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സിന് പുറമെ VCC, RC, RB, VBE തുടങ്ങിയ മറ്റ് ഘടകങ്ങൾക്കും പങ്കുള്ളതായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലെ പ്രധാന കാര്യങ്ങൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. What is an amplifier? Amplifier is a device that provides an output signal in the enlarged form of the input signal by furnishing power from a separate source of supply. How can arrange an amplifier? A transistor biased in active region arranged in CE configuration can act as an amplifier. How is the action of transistor as amplifier? While using transistor as amplifier, the input signal is superimposed in the base supply VBB. This input signal makes variations in the input current IB, which causes beta times variations in the collector current IC and hence on voltage drop across RC, which provides an output signal in the enlarged form of the input signal. Then what is DC load line? The DC load line is the locus of IC and VCE values at which the BJT remains in active region. The end points of the DC load line will be cutoff point and saturation point on the output characteristics of the transistor. Then what is meant by operating point? The point which is obtained from the values of collector current IC and collector to emitter voltage VC in quiescent state on the output characteristics is known as operating point of the transistor. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വിഷയത്തിലെ തുടർന്നുള്ള ക്ലാസ്സുകളും ഈ ചാനലിൽ ലഭ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.